നമുക്കിന്ന് എന്തായാലും ഒരു പപ്പായ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കിയാലോ? വലിയ ഹൈപ്പൊന്നും കൊടുക്കുന്നില്ല, എല്ലാവർക്കും പരിചയമുള്ള സംഭവം തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും തുറന്നാൽ ഓരോ ഫ്രൂട്ട്സ് വെച്ചിട്ട് ഉപ്പും മുളകും തിരുമ്പി തിന്നലാണ് ട്രെൻഡ്. എന്നായിക്കോട്ടെ, നമുക്കും ട്രെൻഡിനൊപ്പം പോവാ. പൈനാപ്പിൾ, മാംഗോ, അടക്കപ്പായ ഇതൊക്കെ ഉപ്പും മുളകും തിരുമ്പി ഞാൻ തിന്നിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ട് കേട്ടോ പപ്പായ കഴിക്കാൻ പോണത്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ട്രൈ ചെയ്തിട്ടോ? ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പറയണേ. അല്ല, പഴുത്ത പപ്പായനെ നോക്കിയെടുത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെക്കുക. കട്ട് ചെയ്തിട്ട് ഇടാനുള്ള പാത്രം എടുത്തോന്നതാ. ഈ ഒരു വെയിലാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാനും സമ്മതിക്കുന്നില്ല. പിന്നെ വെയിൽ വന്ന് നോക്കണ്ട, ഞാനിവിടെ രാവിലത്തെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കണുള്ളൂ. ഇന്നത്തെ എന്റെ മോർണിംഗ് ഡ്രിങ്ക് ഏതായാലും ചിയാസീഡ് വാട്ടർ ആണ്. അപ്പൊ അത് കുടിച്ചിട്ട് തന്നെ തുടങ്ങാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഒരു ബൗളിലാട്ടോ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഈ ഒരു ബൗളിലോട്ടാണ് ഞാൻ പപ്പായ കട്ട് ചെയ്തിട്ട് ഇടുന്നത്. കട്ടിംഗ് ബോർഡ് എടുക്കാനേ ഒട്ടും മടിയില്ല, അതുകൊണ്ട് തന്നെ കയ്യിൽ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അതിനിടയില്ല ഓരോന്ന് തെറിച്ചും പോകുന്നുണ്ട്. കയ്യിൽ വെച്ച് കട്ട് ചെയ്യാനേ ഞാൻ എക്സ്പെർട്ട് ഒന്നല്ല കേട്ടോ, ഇത് ആദ്യമായിട്ടാണ്. കട്ട് ചെയ്തതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ്, മുളക്, അതുപോലെ തന്നെ വിനാഗിരി കൂടി. പിന്നെ പ്രത്യേകിച്ച് ഒന്നുമില്ല, മിക്സ് ചെയ്യാ, കഴിക്കുക, അത്ര തന്നെ. നല്ല മുളക് വേണ്ട, കുറച്ചുകൂടി കേട്ടോ. ഞാൻ ഡയറ്റ് ആയതുകൊണ്ട് നല്ലോണം മുളക് പൊടി കൂട്ടില്ല, അതുകൊണ്ടാണ് കുറച്ചത്. പക്ഷെ ഇതുണ്ട്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. കഴിച്ചവരെന്തായാലും കമന്റ് ചെയ്യണേ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ ബൈ.